നമസ്കാരം. നാളെ മുതൽ ശബരിമലയിൽ അന്നദാനം സദ്യയാക്കണമെന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാറിന്റെ പ്രഖ്യാപനം കേട്ട് ദേവസ്വം ഉദ്യോഗസ്ഥരും ഞെട്ടി. ഇതെങ്ങനെ അതിവേഗം നടപ്പാക്കുമെന്ന പ്രായോഗിക പ്രതിസന്ധിയിലാണ് ശബരിമലയിലെ പ്രധാന ഉദ്യോഗസ്ഥർ. ശബരിമല അന്നദാന ട്രസ്റ്റിൽ പോലും വിഷയം ചർച്ചയായിട്ടില്ല. തിരുവല്ലം അച്ഛൻകോവിൽ ക്ഷേത്രങ്ങളിലെ അന്നദാന തട്ടിപ്പിന് മേൽനോട്ടം വഹിച്ച ഉദ്യോഗസ്ഥന്റെ സ്വാധീനവും ഈ തീരുമാനത്തിൽ ഉണ്ടാകുമെന്ന് വിലയിരുത്തുന്നു. കർശന സ്വഭാവം കാണിക്കുമെന്ന് ജയകുമാർ മുൻകൂട്ടി പറഞ്ഞിട്ടുള്ളതിനാൽ ഉദ്യോഗസ്ഥർക്ക് ചോദ്യം ചെയ്യാൻ കഴിയുന്നില്ല. പ്രായോഗിക ബുദ്ധിമുട്ട് പോലും ജയകുമാറിനെ ബോധിപ്പിക്കാൻ കഴിയുന്നില്ല. തീരുമാനം നടപ്പാക്കിയില്ലെങ്കിൽ പ്രസിഡന്റ് നടപടിയും എടുക്കും. ശബരിമലയിലെ പ്രധാന ഉദ്യോഗസ്ഥന്മാരെല്ലാം സമ്മർദ്ദം മൂലം എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ്. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ മുതൽ ശബരിമലയിൽ സദ്യ എന്നാണ് പ്രഖ്യാപനം. സദ്യ കൊടുക്കാനുള്ള മുന്നൊരുക്കവുമില്ല. അതിന് കൂടുതൽ വിളമ്പുകാർ പോലും വേണ്ടിവരും. ഇത്തരം അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഇല്ലാതെ എങ്ങനെയാണ് അതിവേഗം സദ്യ കൊടുക്കുക എന്നതാണ് ഉയരുന്ന ചോദ്യം. അതിവേഗ തീരുമാനങ്ങൾ ശബരിമലയിൽ നടപ്പാക്കുന്നത് ഭക്തർക്ക് ബുദ്ധിമുട്ടേ ഉണ്ടാക്കുകയുള്ളൂ. മതിയായ ഗൃഹപാഠം ചെയ്യാതെയുള്ള തീരുമാനങ്ങൾ തിരിച്ചടിയാവുകയും ചെയ്യും. അത് അഴിമതിക്കാണ് വഴിയൊരുക്കുക. ഏതായാലും നാളെ വാഴയില സദ്യ കൊടുക്കണമെന്ന ജയകുമാറിന്റെ ഉത്തരവ് ജീവനക്കാരിൽ അമ്പരപ്പുണ്ടാക്കുന്നുവെന്നതാണ് വസ്തുത. സാധാരണ നിലയിൽ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ ശുപാർശ ചെയ്ത കമ്മീഷണർ പരിശോധിച്ച് ബോർഡിന് മുന്നിൽ എത്തേണ്ടതാണ് ഇത്തരം നയപരമായ കാര്യങ്ങൾ. എന്നാൽ ഇപ്പോൾ ബോർഡിൽ നിന്ന് സദ്യ അടിച്ചേൽപ്പിക്കുന്നു. ഇതോടെയാണ് എങ്ങനെ ഇത് നടത്തുമെന്ന ആശങ്കയിൽ ഉദ്യോഗസ്ഥർ വലയുന്നത്. പുതിയ ടെൻഡർ വിളിക്കാതെ സാധനങ്ങൾ എത്തിക്കാൻ പോലും കഴിയില്ല. ശബരിമല ക്ഷേത്രത്തിൽ അന്നദാനം നടത്തിപ്പിലേക്ക് ശബരിമല ശ്രീ ധർമ്മശാസ്ത്ര അന്നദാന സ്കീം എന്നൊരു ട്രസ്റ്റ് 20/9/2009 രൂപവൽക്കരിച്ചു. അന്ന് ഇപ്പോഴത്തെ പ്രസിഡന്റ് ജയകുമാർ ആയിരുന്നു ബോർഡിന്റെ അഭാവത്തിലുള്ള ചീഫ് കമ്മീഷണർ. രാവിലെ ഉപ്മാവ്, ഉച്ചയ്ക്ക് ചോറും കറികളും, രാത്രി കഞ്ഞി എന്നിവ നൽകിയിരുന്നു. എന്നാൽ ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്നതിന് അന്യസംസ്ഥാനത്ത് നിന്നെത്തുന്ന ഭക്തർ താല്പര്യം പ്രകടിപ്പിക്കാത്തതിനാൽ 2016 ഉത്സവകാലത്ത് പുലാവ് കൂടി നൽകുന്നതിന് ബോർഡ് തീരുമാനം കൈക്കൊണ്ടു. അജയ് തറയിൽ എന്ന മെമ്പറാണ് ഇതിന് മുൻകൈ എടുത്തതും. അത് വളരെ പ്രയോജനപ്രദമാകയാൽ തുടർന്നുള്ള വർഷത്തിൽ ചോറ് ഒഴിവാക്കി ഓണത്തിന് ഗംഭീരമായ ഓണസദ്യയുമുണ്ട്. അന്നദാനം നടത്തുന്നതിന് ആവശ്യമായ സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്നത് ടെൻഡർ ക്ഷണിച്ചാണ്. റേറ്റ് അംഗീകരിക്കുന്നതിന് ഹൈക്കോടതിയുടെ മുൻകൂർ അനുമതിയും ആവശ്യമാണ്. നിലവിൽ ഉച്ചയ്ക്ക് പുലാവ് നൽകുന്നതിന് ആളൊന്നിന് 20 രൂപ 50 പൈസയെ അനുവാദമുള്ളൂ. ഒരു ദിവസം 3 നേരം അന്നദാനം നടത്തുന്നതിന് ട്രസ്റ്റിന് 50 രൂപയോളം ചെലവ് വരും. ഒരു വർഷക്കാലയളവിലേക്കാണ് ടെൻഡർ അംഗീകരിച്ചിട്ടുള്ളത്. സീസൺ ആരംഭിച്ചു കഴിഞ്ഞാൽ സാധനങ്ങൾ എത്തിക്കുക ബുദ്ധിമുട്ടായതിനാൽ കാലക്കൂട്ടി അവ സ്റ്റോക്ക് ചെയ്യും. ഉപ്മാവ്, പുലാവ്, കഞ്ഞി എന്നിവയ്ക്ക് സമയക്രമം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും ഇടനേരത്ത് വരുന്നവർക്കും അധികം ഉള്ള പക്ഷം അന്നദാനം നൽകാറുണ്ട്. ചോറും കറിയും അപ്രകാരം സമയം കഴിഞ്ഞ് നൽകാൻ കഴിയില്ല. സദ്യ നടത്താൻ ഇല വേണം. ഇല സ്റ്റോക്ക് ചെയ്യാൻ കഴിയുന്ന വസ്തുവല്ല. തികയാതെ വന്നാലും ബുദ്ധിമുട്ടാണ്. അതായത് 2 ദിവസത്തിന് ഇല എത്തിക്കേണ്ടി വരും. അതിവേഗം തീരുമാനം എടുക്കുന്നതിനാൽ ഇഷ്ടക്കാരെ ഇതിനായി നിയോഗിക്കാനും കഴിയും. മുരാരി ബാബുവിന്റെ നേതൃത്വത്തിൽ ആനയെ ഉപയോഗിച്ചുള്ള അഴിമതി പല ക്ഷേത്രങ്ങളിലും നടന്നിരുന്നു. സമാന രീതിയിൽ അന്നദാന അഴിമതിക്ക് വഴിയൊരുക്കുന്ന തരത്തിൽ ഉപയോഗിച്ച വ്യക്തി നന്ദൻകോട്ടെ ദേവസ്വം ആസ്ഥാനത്ത് സുപ്രധാന സ്ഥാനത്തുണ്ട്. എന്തോ അഴിമതി സാധ്യത ഇയാൾ പദ്ധതിയിടുന്നുണ്ട്. അതിനുവേണ്ടിയാണ് ദേവസ്വം ബോർഡിൽ നിന്നും ഇത്തരം ഒരു തീരുമാനം ഉണ്ടായതെന്ന വിലയിരുത്തലുമുണ്ട്. അടുത്ത സീസൺ മുതൽ എന്ന തരത്തിൽ തീരുമാനം എടുത്തിരുന്നുവെങ്കിൽ അത് വ്യക്തമായ ആസൂത്രണത്തോടെ നടപ്പാക്കാൻ കഴിയുമായിരുന്നു. സദ്യ തയ്യാറാക്കുന്നതിന് പാചകക്കാർ കൂടുതൽ വേണ്ടിവരും. 20 രൂപ 50 പൈസയുടെ സ്ഥാനത്ത് ആളൊന്നിന് 200 രൂപയെങ്കിലും ചെലവ് വരും. നാട്ടിൽ പോലും 150 രൂപ ഒരു സദ്യക്കുണ്ട്. ശബരിമല അന്നദാനത്തിന്റെ മഹത്വം മനസ്സിലാക്കിയ ബോർഡ് മുൻകൈ എടുത്ത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് പമ്പ, നിലയ്ക്കൽ കൂടാതെ ട്രസ്റ്റിന്റെ ഫണ്ടിന്റെ പരിധിയിൽ പന്തളം, എരുമേലി ക്ഷേത്രങ്ങളിൽ കൂടി വ്യാപിപ്പിക്കുകയും അങ്ങനെ അന്നദാന ഫണ്ട് ഏതാണ്ട് കാലിയായിരിക്കുകയാണ്. മഹത്വം എന്നാൽ ഊഹിക്കാവുന്നതേ ഉള്ളൂ. ലക്ഷങ്ങൾ വരും. സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്നതിന് കോൺട്രാക്ട് കോടിക്കണക്കിനുള്ളതാണ്. ഇതുതന്നെയാണ് തിരക്ക് പിടിച്ച് സദ്യക്ക് വഴിമാറിയത്. ടെൻഡർ നടപടികൾ സ്ഥിരീകരിക്കാൻ തന്നെ വളരെ സമയമെടുക്കും. അന്നദാനത്തിന് ട്രസ്റ്റ് ഉണ്ടെന്നുള്ളതോ കാനന ക്ഷേത്രത്തിൽ നിത്യവും സദ്യ നടത്തുന്നതിന്റെ പ്രായോഗികതയോ ഫണ്ടോ ഒന്നും പ്രശ്നമല്ല. അന്നദാന ഫണ്ട് ഇല്ലെങ്കിൽ ദേവസ്വം ഫണ്ടിൽ കൈവെക്കും. ശബരിമല അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന നിലവിലെ ബോർഡ് സെക്രട്ടറിക്കും കാര്യങ്ങൾ നന്നായി അറിയാം. ദിവസം 10,000 പേര് അന്നദാനം കഴിക്കുന്നുണ്ട്. നിത്യ സദ്യ നടക്കുന്ന പളനി ക്ഷേത്രത്തിലെ സാഹചര്യമല്ല കാനന ക്ഷേത്രമായ ശബരിമലയിലേത്. ഈ തീർത്ഥാടന കാലം ആരംഭിച്ചപ്പോൾ മുതൽ തീർത്ഥാടകർ ബുദ്ധിമുട്ടുകയാണ്. പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ ആവശ്യമായ ശൗചാലയങ്ങൾ പോലുമില്ല. ഉള്ളവ വളരെ വൃത്തിഹീനമാണ്. ദേവസ്വം ബോർഡ് വക കോളേജുകൾക്കും സ്കൂളുകൾക്കും തനത് ഫണ്ടിൽ നിന്നാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ചെലവ് കണ്ടെത്തിയിരുന്നത്. ഡൊണേഷൻ ഇനത്തിൽ ലഭിക്കുന്ന തുകയാണ് തനത് ഫണ്ട്. എന്നാൽ കെ ജയകുമാർ ബോർഡിന്റെ ചുമതല വഹിച്ചിരുന്ന കാലത്ത് ബഡ്ജറ്റിൽ ഹെഡ് ഉണ്ടാക്കി ദേവസ്വം ഫണ്ടിൽ നിന്നും ഇതിനുള്ള തുക വകയിരുത്തി. ബാഹ്യ സ്വാധീന ഫലമായി ഫലത്തിൽ സ്കൂൾ, കോളേജ് ഫണ്ടുകളുടെ ഡൊണേഷൻ കുറഞ്ഞു. ദേവസ്വം ഫണ്ടിന്റെ ചിലവും കൂടി.